ആലുവ യു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഞാൻ MP നാരായണപിള്ളയുടെ പ്രസിദ്ധമായ ഞങ്ങൾ അസുരന്മാർ എന്ന കഥ വായിക്കുന്നത്. അതിഗംഭീരമായ ഒരു കഥയാണ്. അതിൻ്റെ കഥാസാരമൊന്നും ഇവിടെ ചുരുക്കി പറയാൻ താല്പര്യമില്ല. അത് വായിച്ച് തന്നെ മനസ്സിലാക്കണം. മലയാളത്തിൽ നാണപ്പനല്ലാതെ മറ്റാർക്കും അതുപോലൊരു കഥ എഴുതാൻ പറ്റുകയില്ല. അത്ര ഗംഭീരമായ കഥയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചാത്തന്മാരെ അട്ടിമറിക്കുന്നത്, അവിടെ ചാത്തന്മാരുടെ ഗുരുവിനെ പ്രതിഷ്ഠിക്കുന്നതുമാണ് അതിൻ്റെ ഇതിവൃത്തം. കഥ വളരെ വിശദവും വിപുലവുമാണ്. അത് വായിച്ചാൽ തന്നെ ബോധ്യപ്പെടുകയുള്ളൂ എങ്ങനെ ഈ അട്ടിമറി അവിടെ നടന്നു എന്ന കാര്യം. നാരായണപിള്ള തികച്ചും പുല്ലുവഴി ശൈലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത് വായിച്ച് വളരെ തമാശയായിട്ട് എടുത്തു, ആസ്വദിച്ചു, കൂട്ടുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു. പിന്നീട് ഞാൻ MA പഠിക്കുന്ന സമയത്താണ് നവോദയ അപ്പച്ചൻ്റെ പ്രസിദ്ധമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ വരുന്നത്. അത് കുറച്ച് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് നമ്മുടെ ലോക്കൽ ചാത്തനല്ല, സായിപ്പിൻ്റെ ചാത്തനാണ്. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പ്രസിദ്ധമായ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു ദുർബല അനുകരണമാണ് അപ്പച്ചൻ്റെ കുട്ടിച്ചാത്തൻ. അതുകൊണ്ട് അത് കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൗതുകം നഷ്ടപ്പെട്ടു. പിന്നെ 3D ആണ് എന്നുള്ളൊരു വിശേഷം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചാത്തന്മാരുമായിട്ട് അങ്ങനെ വലിയ ക്ലോസ് എൻകൗണ്ടറൊന്നും ഉണ്ടായില്ല. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്തിക്കാട്ട് പോയപ്പോഴാണ് ഈ ചാത്തന്മാരുടെ ഒരു വലിയ വിലാസം കാണാനിടയത്. അന്തിക്കാട് നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ ആൾ നമുക്കറിയാവുന്ന പോലെ സാക്ഷാൽ സത്യൻ അന്തിക്കാടാണ്. സത്യൻ അന്തിക്കാടിനെ മുൻനിർത്തി കേരളത്തിലെ നിരവധി ഗ്രാമങ്ങളെ മുൻനിർത്തി ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവും ചാത്തന്മാരെ തൊട്ടുകളിച്ചായിട്ട് എനിക്കറിയില്ല. ചാത്തന്മാരുടെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന സത്യേട്ടന് എന്തുകൊണ്ടാണ് ചാത്തന്മാരെക്കുറിച്ച് സിനിമ എടുക്കാത്തത് എന്ന് ഞാനും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് വിചാരിക്കും. പിന്നെ പ്രസിദ്ധരായ ഒരുപാട് ആളുകളുണ്ടായിട്ട്, പ്രത്യേകിച്ചും ഈ ചെത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് അന്തിക്കാട് ചെത്തൊഴിലാളികളെ സംഘടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് ജോർജ് ചടയമുറിയായിരുന്നു. പിന്നെ KP പ്രഭാകരൻ, നമ്മുടെ മുൻ മന്ത്രി KP രാജേന്ദ്രൻ്റെ പിതാവായിരുന്ന വലിയ നേതാവായിരുന്നു KP പ്രഭാകരൻ. അങ്ങനെ ത്യാഗധന്യന്മാരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള സ്ഥലമാണ് അന്തിക്കാട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആദർശ നക്ഷത്രമായിരിക്കുന്ന VM സുധീരനും ഈ അന്തിക്കാട്ടുകാരനാണ്. അങ്ങനെ വിപ്ലവ ഭൂമിയായ അന്തിക്കാട്ടാണ് ഏറ്റവും അധികം ചാത്തന്മാരുള്ളത് അന്തിക്കാട് പ്രദേശത്ത്. അവിടുത്തെ ഏറ്റവും ഉഗ്രപ്രതാപശാലിയായിട്ടുള്ള ചാത്തൻ എന്ന് പറയുന്നത് പെരിങ്ങോട്ടുകര ചാത്തനാണ്. പെരിങ്ങോട്ടുകര ചാത്തനുണ്ട്, പിന്നെ അവണങ്ങാടി ചാത്തനുണ്ട്, കാനാടി ചാത്തനുണ്ട്, പിന്നെ നമുക്ക് ഒരു പേരും അറിയാത്ത മറ്റ് നിരവധി അനവധി ചാത്തന്മാരുണ്ട്. ഈ നെല്ലായിൽ ചെന്ന കാളൻ എന്ന് പേരുള്ള വൈദ്യശാല പോലെയാണ് അന്തിക്കാട് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ചാത്തന്മാരുടെ കളിയാണ്. എല്ലാവരും പ്രതാപശാലികളാണ്. അവിടുത്തെ ഒരു പ്രമുഖ CPI നേതാവിനോട് പറഞ്ഞ് അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു സമരവും അന്തിക്കാട് വരെ എത്തുകയില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അന്തിക്കാട്ടുകാരെല്ലാവരും വിപ്ലവകാരികളാണെന്നുള്ളതല്ല. വിപ്ലവത്തിന് വളക്കൂറുള്ള മണ്ണാണ് അന്തിക്കാടെങ്കിലും ഈ ചാത്തന്മാർക്കെതിരായിട്ട് സമരം ചെയ്യാനായിട്ട് ഒരു പാർട്ടിക്ക് ധൈര്യം വരികയില്ല എന്നുള്ളതാണ്. DYFI ആകട്ടെ, AIYF ആകട്ടെ, ഇനി യൂത്ത് കോൺഗ്രസ് ആകട്ടെ, ആരും അന്തിക്കാട്ട് പോയിട്ട് ചാത്തന്മാർക്കെതിരെ സമരം ചെയ്യുകയില്ല. എന്ന് മാത്രമല്ല, ഈ ചാത്തൻ സേവാ മഠങ്ങൾക്ക് തന്നെയും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ട്. CPMനോട് അനുഭാവമുള്ള ചാത്തന്മാരുണ്ട്, CPIയോട് അനുഭാവമുള്ള ചാത്തന്മാരുണ്ട്, BJPയോടും കോൺഗ്രസിനോടും അനുഭാവം വെച്ച് കൊടുക്കുന്ന ചാത്തന്മാരുമുണ്ട്. അങ്ങനെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് ചാത്തന്മാർ പ്രവർത്തിക്കുന്നത്. ഇത് കേൾക്കുന്നവർക്ക് വലിയ കൗതുകം തോന്നും. അവിടുത്തെ തുള്ളൽക്കാരുണ്ട്. ഈ തുള്ളൽക്കാർ തുള്ളിയാൽ മാത്രമേ ആളുകൾ പണം കൊടുക്കൂ. അങ്ങനെ ഒരു സംവിധാനമാണ്. ഈ തുള്ളൽക്കാരും അവർക്ക് യൂണിയനുണ്ട്. അതും CITU AITUC അടിസ്ഥാനത്തിലാണ്. ഈ തുള്ളൽക്കാരുടെ സമരം നടത്തിയതിനെക്കുറിച്ച് പണ്ട് യശശരീരനായ ട്രേഡ് യൂണിയൻ നേതാവ് KVK പണിക്കർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ ചാത്തന്മാരെ പെരിങ്ങോട്ടുകരയിൽ ചെന്നപ്പോഴും മാനിക്കാത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ പഠിക്ക കൂടി പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. CPIയുടെയും AISFൻ്റെയും AIYFൻ്റെയൊക്കെ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. KP രാജേന്ദ്രൻ്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതും ആ ചാത്തൻ്റെ മുമ്പിൽ കൂടിയാണ്. ഒരു തവണ പോലും അവിടെ വാഹനം നിർത്തുകയോ ചാത്തന് ഒരു 50 പൈസയെങ്കിലും വഴിപാട് ഇടുകയോ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശാപം എൻ്റെ മേലുണ്ട്. നാണപ്പൻ്റെ കഥ വായിച്ചപ്പോഴോ അപ്പച്ചൻ്റെ സിനിമ കണ്ടപ്പോഴോ ചാത്തനെ വിശ്വസിക്കാത്ത ഞാൻ പെരിങ്ങോട്ടുകരയിൽ ചെന്നപ്പോഴെങ്കിലും ചാത്തന്മാരെ മാനിക്കേണ്ടായിരുന്നു. അതും ഉണ്ടായില്ല. ഈ ചാത്തൻ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവർ വിഷ്ണുമായ എന്നാണ് പറയുന്നത്. അവിടെ വലിയ കാളയുടെയോ മറ്റോ പോത്തിൻ്റെയോ മറ്റോ വലിയ ശില്പം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വഴിയിൽ നിന്ന് കണ്ടു. പെരിങ്ങോട്ടുകര ചാത്തൻ ഉഗ്രപ്രതാപിയാണെന്നും അതെല്ലാം വളരെ സമ്പന്നനുമാണ്. ചാത്തൻ്റെ ഉടമസ്ഥയിലുള്ള
ചാത്തൻ്റെ അല്ല, ചാത്തൻ സേവാ പടത്തിൻ്റെ ഉടമസ്ഥയിലെ സിനിമാ തിയേറ്ററും അതിൻ്റെ അപ്പുറത്ത് 3 സ്റ്റാർ ബാറും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അങ്ങനെ പ്രതാപശാലിയും സമ്പന്നനുമായ ചാത്തനെ ഗവനിക്കാത്ത ഒരാളും ഞാൻ. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിലെ കൂടോത്ര വിവാദം ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ സർവാരാധ്യനായ KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ താമസ സ്ഥലത്ത് നിന്ന് കൂടോത്രം ചെയ്തതിൻ്റെ ചില ലക്ഷ്യങ്ങൾ കണ്ടെത്തി എന്ന വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടോത്ര വിവാദത്തെ ചാത്തന്മാരുമായി ബന്ധിപ്പിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ABC ചാനലിന് നേരെ ചാത്തന്മാരുടെ ഉപദ്രവമുണ്ടായത്. ഇന്നലെ, അതായത് ഞായറാഴ്ച രാത്രി ഏതാണ്ട് 10:35 മലയാളികൾ മിക്കവരും ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഈ ചാനലിന് നേരെ സൈബർ ആക്രമണം അഥവാ ചാത്തൻ്റെ ആക്രമണം ഉണ്ടായി. ചാത്തന്മാർ ഈ ചാനൽ ആക്രമിച്ച് കീഴടക്കി എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ പലതും അതിൽ നിന്ന് റിമൂവ് ചെയ്തു, ചിലത് പുതിയതായിട്ട് സ്ഥാപിച്ചു. നമ്മളാരും മനസ്സാവാച കർമ്മണം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു. എൻ്റെ തന്നെ ഏതാണ്ട് 12-13 വീഡിയോകൾ പഴയതാണ് പലതും, അത് കുത്തിപ്പൊക്കി വീണ്ടും പുനഃസ്ഥാപിച്ചു എന്ന് മാത്രമല്ല, സർവാരാധ്യനായ സാക്ഷാൽ VS അച്യുതാനന്ദനും അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗും മരിച്ചു എന്ന രീതിയിലുള്ള വ്യാജ വീഡിയോകൾ വരെ ഇതിനകത്ത് പ്രകാശിപ്പിച്ചു. ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ആ നേരപ്പോഴേക്ക് ഏതാണ്ട് ഉറങ്ങാൻ കിടന്നിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഏതാണ്ട് ഒരു 3 മണി സമയത്ത് ഉണർന്നു നോക്കിയപ്പോഴാണ് ഫിൻലൻഡിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ABC ചാനൽ ആരോ ആക്രമിച്ച് കീഴടക്കിയ മട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. VSന് വിട, മൻമോഹൻ സിംഗിന് പ്രണാമം എന്നൊക്കെയുള്ള അതടക്കം 10-12 വീഡിയോകൾ പെട്ടെന്ന് 3-4 മിനിറ്റ് വ്യത്യാസത്തിൽ കയറി വന്നതായിട്ട് അദ്ദേഹം എന്നെ അറിയിച്ചു. അതേസമയത്ത് തന്നെ ഗൾഫിൽ നിന്നുള്ള ചില ആളുകൾ വിളിച്ചു. ഈ നമ്മുടെ ഇവിടെ ആളുകൾ ഉറങ്ങുമ്പോഴുള്ള അവർ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇതിൻ്റെ അകത്ത് വലിയ ചാത്തൻ സേവ നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം. പക്ഷേ അതിനു മുമ്പ് തന്നെ ABC ചാനലിൻ്റെ നടത്തിപ്പുകാർ ഈ കാര്യം അറിയുകയും ഇവിടെ വന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആ വീഡിയോകളൊക്കെ ഇവർ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ടും അത് എനിക്ക് യാതൊരു ബന്ധവുമില്ല, കുന്തവുമില്ലാത്ത സാധനങ്ങളാണ്. ഇതിനാണ് നമ്മൾ ഈ ചാത്തൻ സേവ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത്ര നാൾ പെരുങ്കോട്ടുകര ചാത്തനെയോ ആവണങ്ങാട്ട് ചാത്തനെയോ കാനാടി ചാത്തനെയോ വിശ്വസിക്കാതിരുന്ന ഞാൻ ഇപ്പോൾ അതാ വിശ്വസിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിണത ഫലം. അപ്പോൾ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് കൂടോത്രം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാർ കൂടോത്രം വിശ്വസിക്കുന്നത് വെച്ചാൽ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു സുഹൃത്ത് IADUC നേതാവാണ് ചാല നാസർ. അതേ ഇന്ന് രാവിലെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവിടെ CPMകാരും ഇതുപോലെ കൂടോത്രം ചെയ്യുന്നതിന് വിദഗ്ധന്മാരാണ്. കോൺഗ്രസ്സുകാർക്കും ആ കൂടോത്രത്തെ വലിയ ഭയമാണ് എന്നാണ് ചാല നാസർ പറഞ്ഞ കഥ. ഇനിയൊരു അവസരത്തിൽ ഞാൻ വെളിപ്പെടുത്താം. അത് വേറൊരു കഥയാണ്. ഇതിലൂടെ പറഞ്ഞാൽ അതിൻ്റെ ഫോക്കസ് പോവും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടോത്രം, ക്ഷുദ്രം, മാരണം, അതുപോലെ വശ്യം, ഈ ആകർഷണ യന്ത്രം, ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇതില്ല, തട്ടിപ്പാണ്, പറ്റിപ്പാണ്, ഉടായിപ്പാണെന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾക്കിപ്പോൾ കുറേശ്ശെ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആര് കണ്ടു AT കോവൂരിൻ്റെയൊക്കെ ആത്മാവ് ആളുകളിൽ പരകായ പ്രവേശം ചെയ്ത് ചാത്തന്മാരായിട്ട് പുനർജനിക്കുകയില്ല എന്ന്? ഈ നാണപ്പൻ്റെ കഥയിൽ തന്നെ AT കോവൂരിൻ്റെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് പറയാത്തത് നിങ്ങൾ അത് കഥ വായിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ടാണ്. ഏതായാലും ഞങ്ങൾ അസുരന്മാർ എന്ന കഥ വായിക്കാനായിട്ട് ഈ പരിപാടി കാണുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുകയാണ്. 2 കാരണം കൊണ്ട്. ഒന്നാമത്, ഈ ചാത്തനില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് വായിക്കുമ്പോൾ വിശ്വാസവും. രണ്ടാമത്, മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല കഥകളിലൊന്നാണ് അത് എന്നുള്ളതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.